ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസൈഡ് എക്സൽ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സലിൻ്റെ ടൂൾസിനെ കുറിച്ചായിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ വീഡിയോയിലും നമുക്ക് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം കാണുന്ന ഫസ്റ്റത്തെ ലൈനില്ല, ഇതിനാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എക്സലിൻ്റെ അല്ലെങ്കിൽ വർക്ക് ബുക്കിൻ്റെ ടൈറ്റിൽ നെയിം കിടക്കുന്നത്. രണ്ടാമത് കിടക്കുന്ന ഈ ഫയല്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഇതിനെയാണ് നമ്മൾ മെനു ബാർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിലേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പോകും. നമ്മളിപ്പം എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഇതിനടിയിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ ടൂൾ ബാർ അല്ലെങ്കിൽ റിബൺസ് എന്ന് യൂസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ടൂൾസും അധികം ഇതിൽ തന്നെയാണ് കാണുക. ഇനി നമുക്ക് മെനു ബാർസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് റഫായിട്ട് നോക്കാം. കാരണം കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ നിന്ന് ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവുകയാണ്. പക്ഷേ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫയലിൽ നമ്മൾ കൂടുതലും കാണുന്നത് ഫസ്റ്റ് ഹോം ബട്ടൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ന്യൂ ഉണ്ടാവും, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ല ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള മുമ്പ് ക്രിയേറ്റ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് കാണും. നിങ്ങൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത റീസെൻറ്റ് ഫയൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഹോമിൽ ഉണ്ടാവുക. നിങ്ങൾ ന്യൂവിൽ പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തിട്ട് റിമൈനിങ് കാര്യങ്ങൾ ചെയ്യാം. ഓപ്പണിൽ നമുക്ക് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാലോ, ഏതെങ്കിലും ഒരു നമ്മൾ സേവ് ചെയ്ത ഫയൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഷെയർ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ വർക്ക് ബുക്ക് വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഓഫീസ് യൂസിനോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സേവ് ആസും രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സേവ് ആസും ഒരു പുതിയൊരു ഫ്രഷ് ഫയൽ ആണെങ്കിൽ രണ്ടും ആക്റ്റീവായിട്ടാണ് ഉണ്ടാവുക. സപ്പോസ് ഞാനൊരു ഡേറ്റ ചെയ്യുന്നു, ഇതിന് നമ്മൾ സേവ് കൊടുക്കുന്നു. സേവ് ഡൗൺലോഡ്സിൽ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തൊക്കെ ഡേറ്റാസ് ഇടുന്നു, ഇപ്പം ഞാൻ വേറൊരു ഡേറ്റ ഇട്ടു, അതിൽ ഞാൻ സേവ് ചെയ്തതിനാൽ ഇതേ ഫയലിൽ തന്നെയാണ് സേവ് ആവുക. ഇനി എനിക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സേവ് ആസ് കൊടുത്തതിനാൽ വീണ്ടും അതേപോലെ വീണ്ടും ചോദിക്കും. ഡൗൺലോഡ്സിൽ സാമ്പിൾ ഞാൻ 2 എന്ന് കൊടുത്തതിനാൽ അടുത്തൊരു കോപ്പി വീണ്ടും ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മൾ സേവ് ആസും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് പ്രിന്റ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ ഇത് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പിന്നെ എക്സ്പോർട്ട്, ക്ലോസ്. ഇത് രണ്ടും അക്കൗണ്ടും ഓപ്ഷൻസൊക്കെ കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പം ഇതാണ് നമ്മൾ ആ ഫയലിലുള്ളത്. ഹോം എന്നുള്ള ബട്ടണിൽ ഓൾറെഡി ഈ കാണുന്ന എല്ലാ ടൂൾസും നമുക്ക് ഓരോന്നോരോന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെയിം ആണ് ഇൻസേർട്ടിലും. അതായത് പിവോട്ട് ടേബിൾസ്, നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, ലൈൻ ചാർട്ട്, ഡിഫറെൻറ്റ് സ്ലൈസസ് സെറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ആർട്ട്, സിമ്പിൾസ്, ഇതൊക്കെയാണ് ഇൻസേർട്ടിൽ വരുന്നത്. പേജ് ലേഔട്ട് മെയിൻലി നമുക്കൊരു പ്രിൻറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ പേജ് ലേഔട്ട് നമ്മൾ നോക്കുക. അതിൻ്റെ പേജിൻ്റെ ഓറിയൻറ്റേഷനും പേജ് ബ്രേക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പേജ് ലേഔട്ടിൽ വരുന്നത്. ഫോർമുലാസ് ആണ് എക്സലിൻ്റെ മിഡിൽ പില്ലർ എന്ന് തന്നെ പറയാം. ഇതിലാണ് നമ്മളെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു എക്സലിനെ നമ്മൾ കംപ്ലീറ്റ് ഫോർമുലാസ് ഒക്കെ വെച്ച് ഒരു ഡേറ്റനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതെല്ലാം നമുക്ക് ഈ ഫോർമുലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറേ ഫോർമുലാസ് ഉണ്ട്. നമുക്കിതിൽ തന്നെ നമുക്ക് പൈത്തൺ ഇൻസേർട്ട് ചെയ്യാം. പുതിയ വേർഷനിലൊക്കെ പൈത്തൺ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് ഉണ്ട്. നമുക്ക് പറഞ്ഞ പോലെ പിന്നീട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡേറ്റയിലാണ് നമുക്ക് ഒരു ഡേറ്റ നമുക്ക് വേറെ എവിടെയെങ്കിലും ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ ഇതിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. പിന്നെ ഒരു ഡേറ്റനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുക, സോർട്ട് ചെയ്യുക,
അതിനെ ഡേറ്റാസിനെ നമ്മൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള അധികം ഇതിലാണ് വരുന്നത്. റിവ്യൂ ടാബിൽ മാക്സിമം നമ്മൾ എന്താ പറയുക, ഓരോ കമൻസ് കൊടുക്കുന്നതും ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആ വർക്ക് ബുക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്പെല്ലിംഗ് ചെക്കിങ്, അതൊക്കെയാണ് നമ്മളെ റിവ്യൂവിൽ വരുന്നത്. വ്യൂ അഗെയിൻ നമ്മൾ എന്താ പറയുക, ഒരു പ്രിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂം ഔട്ട്, സെലക്ഷൻ, ഈ ഫ്രീസ് ചെയ്യുന്നത് എല്ലാം വ്യൂവിലാണ് വരുന്നത്. ഓട്ടോമേഷൻ നമുക്ക് എക്സലിന്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. ഹെൽപ്പ് ഇത് ആസ് യൂഷ്വൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇവിടെ ഹെൽപ്പ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മെനു അല്ലെങ്കിൽ ഇത് മെനു ബാറിന്ന് നമ്മൾ ഓരോന്നായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൂൾസും ഈ ഇന്റർഫേസിനെയും പറ്റി പറയാനുള്ളത്. ഇനിയും വരുന്ന നമുക്ക് ക്ലാസ്സുകളിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് പോയിട്ട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇതുവരെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും എന്തെങ്കിലും ഇഷ്യൂസോ കംപ്ലയിൻസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.